ഇവിടെ സാറേ കണ്ട കൂട്ടാണ് കൂട്ടം കണ്ടു കിട്ടില്ലല്ലേ സെയിം പ്ലേസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പോണ പാത്തിലാണ് വരുന്നത്. ഒന്ന് എടുക്കാട്ടോ ഇവിടെയാണ് അടുത്തുണ്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് നോക്കുന്നുണ്ടാവും. വേറെ സേവ് പോലും നാടില്ല, അങ്ങനെ സ്റ്റക്ക് ആയിരുന്നു. ഒരു സിഗ്നൽ തന്നിട്ട് നമുക്ക് കിട്ടുവാണ്. ഇത്രയും റിസ്ക് എടുത്തിട്ട് ഒരു ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അതിരപ്പള്ളിക്കടുത്ത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന വാഴച്ചാൽ ട്രക്കിങ്ങിലാണ് നമ്മളിന്നുള്ളത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ വന്നാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഫോറസ്റ്റ് ഓഫീസിലാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. രാവിലെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഇവിടുത്തെ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കണ്ടിങ്ങനെ നിന്നു. ഈ ബസ്സിൽ വന്ന് ഇറങ്ങിയ ആളുകളൊക്കെ ഫോറസ്റ്റ് ഓഫീസിലെ പണിക്കാരാണ് തോന്നുന്നു കേട്ടോ. അവരാണ് ഈ ഗേറ്റ് തുറന്ന് നമ്മളെ ഉള്ളിൽ കയറ്റിയത്. രാവിലെ 7:30 തന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ടിക്കറ്റിൻ്റെ ഫുൾ പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ട്രക്കിങ്ങിന് റെഡിയായി. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു മിനി വാനിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ എത്തിയിട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ട്രക്കിങ്ങിന് 1000 രൂപ പെർ ഹെഡാണ് വരുന്നത്. പക്ഷേ മിനിമം 4 ആളെങ്കിലും വേണം ഈ ട്രക്കിങ് നടത്താൻ. ഈ റിസർവോയറിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ട്രക്കിങ് തുടങ്ങുന്നത്. ഗേറ്റ് കടന്ന ഉടനെ തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് മിനി വാൻ തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ വാഴച്ചാൽ ട്രക്കിങ്ങിൻ്റെ ചെറിയൊരു ബ്രീഫ് വരാം. ഇപ്പോൾ ഒരു 13 കിലോമീറ്റർ താഴെ നമുക്ക് നടത്താൻ വരുന്നുണ്ട്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു സ്നാക്സ് ഉണ്ട്. അത് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു 2-2.5 കിലോമീറ്റർ അടുത്ത് നടത്തുന്നുണ്ട്. അത് പിന്നെ ചെന്നെത്തുന്നത് നമ്മളൊരു ആദിവട്ടാരം ക്യാമ്പ് ഷെഡ് എന്നൊരു ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡാണ്. പിന്നെ അവിടെ നമുക്കൊരു ലഞ്ചുണ്ട്. ദെൻ കുറച്ച് നേരം റെസ്റ്റ്, ദെൻ റിട്ടേൺ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ പുഴയുടെ സൈഡ് പിടിച്ചിട്ടാണ് പോകുന്നത്. അത് കറങ്ങി റൗണ്ട് ചെയ്ത് ഈ റൂട്ടിൽ ഒന്ന് ചേരും. പിന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. ബേഡ്സിൻ്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഹോൺബിൽ തൊട്ട് താഴത്തേക്ക് ഒരു നല്ല ബേഡ്സ് ഉണ്ട്. പിന്നെ അനിമൽസും ഉണ്ട്. ടൈഗർ തൊട്ട് താഴത്തേക്ക് എല്ലാം ഉണ്ട്. ഒരു സൈഡ് പറമ്പിക്കുളം ടൈഗർ റിസർവ് വരുന്നത്. അപ്പോൾ ടൈഗർ ഇതിനുള്ള ഉണ്ട്. വന്ന ജസ്റ്റ് എന്നാണ് കയറി പോയിട്ടാണ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. അതും കിട്ടും.
അത് ഫ്രഷാണ് കേട്ടോ. പുലിരാണ്. പുറത്തേക്ക് ഇങ്ങനെ വാരി ഇങ്ങനെ നിൽക്കണ്ടാവും. കണ്ടതിൻ്റെ നഷ്ടമുണ്ടോ? ടൈഗറിൻ്റെ കുറച്ചും സൈസ് ഉണ്ടാവും. നമ്മളതിനെ പോവും. ഫയർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ 6 മാസമായത് സ്റ്റാർട്ട് ചെയ്തു. വേറെ ഫയറിങ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഏതെങ്കിലും മൃഗങ്ങൾ നമ്മളെ ചാർജ് ചെയ്യാൻ വന്നാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആദ്യം മുകളിലേക്ക് ഫയർ ചെയ്യാം. ഈ സൗണ്ടും ചിക്കനൊക്കെ കേൾക്കുമ്പോൾ അവരെന്തായാലും അവർ വഴിമാറിപ്പോവും. ഇതൊരു 5 എണ്ണം ലോഡ്. ആന വരുമ്പോഴാണോ യൂസ് ചെയ്യാറ്? ആനയാണ് നമുക്കൊരു പെട്ടെന്നുള്ളൊരു അറ്റാക്ക്. നമുക്ക് ഒന്ന് പ്രതിരോധിക്കാൻ ആന മാത്രമേ ഉള്ളൂ, ഈ തോക്ക് മാത്രമേ ഉള്ളൂ ആന വരുമ്പോൾ. വേറെ അനിമൽസൊന്നും അങ്ങനെ വലിയ ഇഷ്യൂസ് ഇല്ല. പിന്നെ കരടി ഉണ്ട്. കരടി അങ്ങനെ പോവില്ല. അറ്റാക്ക് ചെയ്യാൻ വരാണെങ്കിൽ നമ്മുടെ പിന്നാലെ വരും. പരമാവധി നമ്മൾ ഓടി രക്ഷപ്പെടാം. പിന്നെ ഒരുമാതിരിയൊക്കെ നമ്മൾ വഴിമാറി പോകണമെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നില്ല. പിന്നെ അപൂർവമാണ് നമ്മളെ തെരഞ്ഞു പിടിച്ചത്. അത് ഈ മതം പൊട്ടിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൂടുതൽ അറ്റാക്കിങ് വരിക. അല്ലാണ്ടൊന്നും അവരങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഇതല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴിമാറി പോയാൽ ഒരു 50-100 മീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതുപോലെ നമ്മൾ കാട്ടി കയറി ആനയെ ഓടിച്ചിട്ടൊക്കെ, അപ്പോൾ നമ്മൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ വഴിതെറ്റി പോയാൽ പുറത്തെത്താൻ എന്താ ഒരു മാർഗ്ഗമുള്ളത്? എന്തെങ്കിലും ഇവിടെ നിങ്ങൾ എന്തായാലും വഴിതെറ്റി പോലെ എൻ്റെ ജസ്റ്റ് തൊട്ട് മുകളിൽ നമ്മളൊരു കൂപ്പ് റോഡ് പോകുന്നുണ്ട്. അല്ല, ഇൻ കേസ് ഉൾക്കാട്ടിലെങ്ങാനും പോയി വഴിതെറ്റി പോയാൽ ഇൻ കേസ് ഒരാൾ നിങ്ങൾ അറിവുള്ളവർ തന്നെയാണെങ്കിൽ പോലും അതിപ്പോൾ നമ്മൾ സാധാരണ നോക്കുന്നത് ഈ അരുവികളാണെന്ന് നോക്കുക. ഈ ചാലൊഴുകി വരുന്ന സ്ഥലം എന്തായാലും ഓൾറെഡി ഈ ജനവാസമുള്ള മേലേക്കാണ് ചാലൊഴുകി എത്താം. അതൊരു ചെറിയ അരുവികൾ എന്തായാലും കാണ്ടുള്ള എവിടെ അരുവുണ്ടില്ല. അത് ഒഴുകിയെത്തുന്നത് ഏതെങ്കിലും ഒരു ഇതുമാതിരി ഒരു ജലാശയം അല്ലെങ്കിൽ ഈ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിലേക്ക് ആയിരിക്കും. അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് വന്നാൽ മതി. ഒന്ന് തീരെ വഴി അറിയില്ലെങ്കിൽ ചെയ്യാവുന്നൊരു മാർഗ്ഗമാണ്. സ്ട്രീംസിന് ചേസ് ചെയ്ത് ഫോളോ ചെയ്ത് പോന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഏരിയയിലേക്ക് എത്തും. നമ്മൾ ചിലപ്പോൾ ടൈം എടുക്കും, എന്നാലും എത്തും. അതാണ് കുറച്ചുകൂടെ സേഫ്. അതാണ് സേഫ്. ഇല്ലേ ഉൾക്കാട്ടിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങുള്ളൂ. നമ്മൾ വഴി കിട്ടില്ല, അല്ലാതെ ഒരുപാട് തോന്നും. ഇതാകുമ്പോൾ എന്താണെങ്കിലും വലിയ ജലാശയത്തിലേക്കായിരിക്കുമല്ലോ. ചെറിയ സ്ട്രീംസ് വന്ന് ചെറിയ പുഴയിലേക്ക് വരും. അത് ഒഴുകി ശരിക്കും വലിയൊരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. എന്നിട്ട് ഡാമിലേക്ക് എത്തും. ഇപ്പോൾ ഈ ഫോറസ്റ്റിനുള്ളിൽ എല്ലാതും എത്തിച്ചേർന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് ഏത് ജലാശയം? ഇത് പെരിങ്ങൽകുത്ത്. ഇതാണ് പുല്ലാനി. നമ്മുടെ ട്രൈബൽസൊക്കെ കാട്ടി പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇതിന് വെട്ടിയാണ് വെള്ളം കുടിക്കുക. ഇത് 2 സൈഡും ഒപ്പം വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. നമുക്കിപ്പോൾ കാട്ടി പോയി കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഇത് വെട്ടി കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരമാവധി നമ്മുടെ ദാഹം മാറ്റാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത 2 സൈഡും, ഒരു സൈഡ് വെട്ടി കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്ക് കയറി പോകാമെന്ന് പറയണേ. 2 സൈഡും ഒരുമിച്ച് വെട്ടണം. ഒറ്റ വെട്ടിന് 2 സൈഡും വെട്ടി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ വെള്ളം കിട്ടും. ഇത് ഈ മരം പറയുന്നത്? ഓക്കെ. ഇവർ യൂസ് ചെയ്യുന്നുണ്ടോ? ട്രൈബൽസ് ഇത് യൂസ് ചെയ്യാം? ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും അത് യൂസ് ചെയ്യുന്നത്. അതെ. എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പുളി കൂടുതല നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കോണ്ടാക്ട് കുറവ് ഉപയോഗിച്ചില്ല. അതെ. 4 എണ്ണ സ്ഥലത്ത് 2.5 ഇട്ടാലും മതി. ഇത് ട്രൈബൽസിൻ്റെ ഒരു വരുമാനമാണ്. ഈ കൊടുമ്പുള്ളി സൈസ് എങ്ങനെ? സെയിം സൈസ് തന്നെ? ചെറുതുണ്ട് വലുതുണ്ട്. തെല്ലി പറഞ്ഞാല് നമ്മുടെ കൊന്തിരിക്കില്ലേ? വെള്ളപ്പൈൻ അല്ലേ? തെല്ലി, മലയാളത്തിൽ തെല്ലി. വെള്ളത്തെല്ലി. ആ വെള്ളത്തെല്ലി എന്നാണ്. ആദിവാസികൾക്ക് ഇവിടെ കയറി എടുക്കാൻ അനുമതി ഉണ്ടോ? എടുക്കാറുണ്ട്. കുന്തിരിക്കല്ല. അതുപോലെ തന്നെ വേറൊരു മരം. അതെ. ട്രൈബ്സ് സാധാരണയായിട്ട് മരങ്ങളിൽ കയറിയിട്ട് തേനെടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരു സൂത്രമാണ് കേട്ടോ ഈ കാണുന്നത്. മരങ്ങളിൽ തന്നെ കുറ്റി അടിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഏണി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്.
കാടിൻ്റെ നടുവിൽ ഈ ആംബിയൻസിൽ വെറുതെ നിൽക്കാൻ തന്നെ എന്ത് ഫീലാണല്ലേ. ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് വെറുതെ മരങ്ങളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മരത്തിന് മേലാതെ ഒരു മലബാർ ഗ്രേ ഹോൺബിൽ, നമ്മുടെ കോഴി വേഴാമ്പൽ, എൻ്റെ ക്യാമറയ്ക്ക് പിടിതരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുകയാണ്. ഈ ട്രക്കിങ്ങിന് വരുമ്പോൾ അത്യാവശ്യം നടന്നു പരിചയമുള്ളവർ വരുന്നതാണ് കേട്ടോ നല്ലത്. കാരണം 13 കിലോമീറ്റർ നടക്കുമ്പോൾ കുറേ കയറ്റങ്ങൾ കയറാനുണ്ട്. പിന്നെ തിരിച്ചെത്താൻ വൈകുന്നേരം ആവും എന്നുള്ള ധാരണയിൽ വേണം നടക്കാൻ. അരുവിയൊക്കെ ഉള്ള ഒരു ഓപ്പൺ ഏരിയയിൽ എത്തിയപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് സ്നാക്സ് കഴിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ ട്രക്കിങ് നിർത്തി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അരുൺ സർ. കൂടെയുള്ളവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. ഗൈഡുമാരായ ശരണ്യ, പിന്നെ രജീഷ്, പിന്നെ ഈ പാറയുടെ മേലിരിക്കുന്ന മഹാനെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ജേണി ഓഫ് സനൂപിലെ സനൂപ്. സനൂപിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഞങ്ങളെ കൂടാതെ 2 സുഹൃത്തുക്കൾ കൂടി ട്രക്കിങ്ങിനുണ്ടായിരുന്നു. ഇത് സുഹൈലും പിന്നെ അൽനഹാസും. ഏതായാലും ഈ അടിപൊളി വൈബിൽ നല്ല നാടൻ അട കഴിക്കാം നമുക്ക്. പോകുന്ന വഴിക്കേണ്ട ഒരു ഏറുമാടാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മരത്തിൻ്റെ മേലെ ഒരു മലയണ്ണാൻ വട്ടമരത്തിലുള്ള കായ്കൾ പറിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മലയണ്ണാൻ ഇപ്പോൾ കുറച്ചായിട്ട് നാട്ടുംപുറങ്ങളിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രക്കിങ്ങിലെ കയറ്റങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്ലാറ്റ് സർഫസിലായി നടത്തും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള ഫോറസ്റ്റ് ഓഫീസർക്കും ഗൈഡുമാർക്കും സ്ഥിരം നടന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കണം. ഈ വാഴച്ചാൽ ട്രക്കിംഗ് കൂടാതെ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നടന്നു പോകുന്ന ട്രക്കിംഗ് കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന പുഴയുടെ സൈഡിലാണ് ക്യാമ്പ് ഷെഡ് ഉള്ളത്. അവിടെയാണ് നമുക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യും. ഈ പറഞ്ഞ ക്യാമ്പ് ഷെഡ് എത്താൻ കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ക്യാമ്പ് ഷെഡിലെത്തി. ആനയൊന്നും വരാതിരിക്കാനുള്ള കിടങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ചുറ്റും. എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. കിടങ്ങ് കിടക്കാൻ വേണ്ടിയിട്ട് മരക്കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ട് ഒരു ചെറിയൊരു പാലുണ്ടാക്കിയിട്ടുണ്ട്. കാടിൻ്റെ നടുക്കുള്ള അടിപൊളി ക്യാമ്പ് ഷെഡിൻ്റെ പരിസരവും അതുപോലെ ഉള്ളിലൂടെ വന്നിട്ട് പുറത്ത് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു ക്യാമ്പ് ഷെഡ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ. അങ്ങനെ നമുക്കുള്ള ലഞ്ച് ഇതാ റെഡി ആയിരിക്കണോ. കുറേ വെജിറ്റബിൾ കറികളൊക്കെ ആയിട്ട് നല്ല ചൂടുള്ള അടിപൊളി ഊണ്. ഇവിടുന്ന് ഭക്ഷണം എടുത്ത് ഈ പുറത്തുള്ള ചെറിയ ഷെഡിൽ ഇരുന്നിട്ട് കാടിൻ്റെ ഫുള്ള് ഫീലിൽ ഭക്ഷണം കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് വെള്ളം വരുന്ന ഉറവയാണ് കേട്ടോ അത്. ഇവരതിൽ പൈപ്പൊക്കെ ഇട്ടിട്ട് കറക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കണം. കണ്ടു
ഇതാ വീണ്ടും ഒരു മലയണ്ണാൻ. പക്ഷെ ഇപ്രാവശ്യം കിട്ടിയത് അടിപൊളി വിഷ്വലായി. മലയണ്ണാനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ കാടിൻ്റെ ആംബിയൻസിൽ ഇങ്ങനെ ഉണ്ടാകാതെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഫീലല്ലേ. മാറ്റാൻ പറ്റില്ല. എന്താ ആനയാണോ? അറിയില്ല, അത് നോക്കണം. ശരി, മൂടി നടന്നു. ഓക്കെ. മരത്തിന് മേലെ സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. ഈ മരത്തിൽ കാണുന്ന ചക്ക തിന്നാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ആശാന്മാർ. 4-5 ഉണ്ട്, പക്ഷെ എല്ലാം കൂടി ഫ്രെയിമിൽ കിട്ടുന്നില്ല. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവയെ പൊതുവെ പശ്ചിമഘട്ട മേഖലകളിലാണ് കാണപ്പെടുന്നത്. മുഖത്തിന് ചുറ്റും താടിയുള്ള ഇവയുടെ വാല് സിംഹത്തിനോടൊരു സാമ്യത ഉള്ളതുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങി എന്ന് വിളിക്കുന്നത്. ഏറെക്കുറെ 4 മണിയോട് കൂടിയിട്ട് നമ്മുടെ ട്രെക്കിംഗ് കഴിഞ്ഞ് പുറത്തെത്തി. നമ്മളെ കാത്തിരുന്ന മിനിവാനിൽ പെരിങ്ങൽകുത്ത് ഡാമും കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിലേക്ക്. ഇതുപോലത്തെ ട്രെക്കിങ്ങുകളും സഫാരികളും നിങ്ങളും പോകണം കേട്ടോ. പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഫീൽ അറിയണമെങ്കിൽ പോയി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.